നമസ്കാരം, എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ധർമ്മസ്ഥാനിനെ കുറിച്ച് എൻ്റെ രണ്ടാമത്തെ വീഡിയോ ആണിത്. ആദ്യത്തെ വീഡിയോ ഏറ്റെടുത്ത എല്ലാവർക്കും എൻ്റെ ഹൃദയം നിറഞ്ഞ നന്ദി രേഖപ്പെടുത്തുന്നു. ആദ്യത്തെ വീഡിയോ കാണാത്തവർ ജസ്റ്റ് ഒന്ന് ആ വീഡിയോ ഒന്ന് കണ്ടാൽ വളരെ ഉപകാരമായിരുന്നു. ആദ്യത്തെ വീഡിയോയിൽ ഞാൻ കുറച്ച് സ്റ്റോറീസ് പറഞ്ഞിട്ടുണ്ട്. അപ്പം ആ വീഡിയോ ഒരുപാട് പേര് എന്നെ സപ്പോർട്ട് ചെയ്തുകൊണ്ട് ഞാൻ വീണ്ടും കുറച്ചുകൂടി അന്വേഷണത്തിലൂടെ കുറേ കാര്യങ്ങൾ കൂടി എനിക്ക് അറിയാൻ സാധിച്ചു. അതാണ് ഞാൻ ഇന്നിവിടെ ഷെയർ ചെയ്യാൻ പോകുന്നത്. ഇപ്പോഴത്തെ അവസ്ഥ എന്താ വെച്ചാൽ SIT വ്യാപകമായിട്ട് അവിടെ സെർച്ച് ചെയ്യുന്നുണ്ട്. ഏകദേശം 13 കുഴികളാണ് അവർക്ക് കുഴിച്ച് പരിശോധിക്കാനുള്ളത്. ചില കുഴികളിൽ നിന്നൊക്കെ അസ്ഥികൂടം കണ്ടെത്തിയിട്ടുണ്ട്. ഇമ്പോർട്ടൻസ് ആയിട്ടുള്ള കുഴികളാണ് 13 എന്നൊക്കെ പറയുന്നുണ്ട്. അത് നിർണായകമായ കുഴികളാണ്. ഏകദേശം അപ്ഡേഷൻസ് ഒന്നും അവർ പുറത്തുവിട്ടിട്ടില്ല. നമുക്ക് വരുന്ന ദിവസങ്ങളിൽ എനിക്കൊന്ന് അടുത്ത നെക്സ്റ്റ് വീക്ക് കൂടെ ഫുൾ അപ്ഡേഷൻ കിട്ടുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. പിന്നെ സ്വകാര്യ വ്യക്തികളിലേക്ക് സ്ഥലങ്ങളൊക്കെ ഈ പറഞ്ഞ പോലെയുള്ള കുഴികളെടുക്കേണ്ട അവസ്ഥകളിലൂടെയുണ്ട്. അവിടെയും ഇതേപോലുള്ള കാര്യങ്ങളൊക്കെ അവർ ചെയ്തു വെച്ചിട്ടുണ്ടെന്നാണ് അറിയാൻ സാധിക്കുന്നത്. അതിന് കോടതിയുടെ സ്പെഷ്യൽ പെർമിഷനൊക്കെ വേണം. അപ്പം ഈ ഒരു 13 ഭാഗങ്ങൾ കുഴിച്ച ശേഷമേ ആ ഒരു കാര്യങ്ങളിലോട്ട് പോകത്തുള്ളൂ. അപ്പം ഇപ്പം നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം നിർത്തിയത് 2 സ്റ്റോറികളാണ്. അവിടെ സംഭവിച്ചിട്ടുള്ള 2 കാര്യങ്ങൾ. അതിന് ഞാൻ അറിഞ്ഞത് ഒരു 6 മാസം മുമ്പെയാണ്. ഞാനൊരു 6 മാസം ഈ ഒരു ന്യൂസൊക്കെ അതിന് മുമ്പേ ഒരു 6 മാസം മുമ്പേ എൻ്റെ ഫ്രണ്ട് ഈ കാര്യങ്ങൾ, അത് കർണാടകയിലുള്ള ഈ ധർമ്മസ്ഥാനിലോട് ചേർന്ന് വീട്ടിൽ താമസിക്കുന്ന ഒരു ഫ്രണ്ട്, അവനെ ഞാൻ മീറ്റ് ചെയ്യും. എന്ന് വെച്ചാൽ എൻ്റെ കൂടെ വർക്ക് ചെയ്യുന്ന ഒരാളാണ്. അപ്പം ഞങ്ങളിങ്ങനെ സ്വകാര്യ ഇടയിലൂടെ അവനാണ് ഈ ഒരു സ്റ്റോറി എൻ്റെ അടുത്ത് ആദ്യമായിട്ട് പറയുന്നത്. പക്ഷെ എനിക്ക് ആ സമയത്ത് അത് വിശ്വസനീയമായി തോന്നിയില്ല. ഞാൻ ഈ ഒരു സ്റ്റോറി, നിങ്ങൾ ആദ്യത്തെ വീഡിയോ നിങ്ങൾ ശ്രദ്ധിച്ചാൽ നിങ്ങൾക്ക് മനസ്സിലാവും, നമുക്കത് വിശ്വസിക്കാൻ പറ്റാത്ത കാര്യങ്ങളാണ്. ആദ്യം എനിക്ക് കേട്ടപ്പോൾ ഇതൊന്നും ഈ ഒരു 6 മാസം മുമ്പേ ഞാനിത് കേൾക്കുമ്പോഴൊന്നും എനിക്കൊരു വിശ്വാസമായിട്ട് എനിക്ക് തോന്നില്ല. എന്റെയൊക്കെ അവൻ ആ സമയത്ത് പറയുന്നത്, നീ ഇത് വീഡിയോ ചെയ്തിട്ട് നാട്ടുകാർ അറിയട്ടെ. അപ്പോഴെനിക്ക് ഞാൻ ഇന്ത്യയിൽ ഇതൊക്കെ സംഭവിക്കുമെന്നൊക്കെ തോന്നിയ ഒരാളാണ്. പക്ഷേ അത് കഴിഞ്ഞാണ് ഈ ഒരു അവിടുത്തെ ശുചീകരണ തൊഴിലാളി മുന്നോട്ട് വരികയും ഇങ്ങനെയുള്ള സ്ഥലങ്ങളിലൊക്കെ കുഴിച്ചിട്ടുണ്ടെന്ന് പറയുകയും, അപ്പം അദ്ദേഹം പറഞ്ഞ കാര്യങ്ങളൊക്കെ വിശ്വസനീയമാണെന്ന് ഞാൻ അന്ന് ഇതൊക്കെ അറിഞ്ഞാണല്ലോ എന്ന് എനിക്ക് തോന്നി. ആ സ്റ്റോറികളൊക്കെ ചെറിയ കറപ്ഷൻ ഉണ്ട്. എനിക്ക് ഒരാൾ പറഞ്ഞുള്ള അറിവ് ഞാൻ നിങ്ങളോട് ഷെയർ ചെയ്തതാണ്. അതിനകത്ത് കമന്റ് ബോക്സിൽ കുറേ പേര് പറയുന്നുണ്ട് അത് അതിനകത്ത് ഇങ്ങനെ ചെറിയ കറപ്ഷൻ കാര്യങ്ങളൊക്കെ ഉണ്ട്, അങ്ങനെയല്ല ഇങ്ങനെയാണ്. അപ്പോൾ എന്തെങ്കിലും ഞാൻ പറയുന്ന കാര്യങ്ങൾ സത്യമുള്ളതാണ്. പക്ഷേ എന്തെങ്കിലുമൊക്കെ ചെറിയ കറപ്ഷൻ ഉണ്ടെങ്കിൽ എന്നോട് ക്ഷമിക്കണം. അപ്പം ഇങ്ങനെയുള്ള വീഡിയോസ് എല്ലാം കിട്ടണമെങ്കിൽ നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് നല്ല രീതിയിൽ തന്നെ ഒന്ന് പ്രോത്സാഹിപ്പിക്കണം. അപ്പം ഇന്നത്തെ അനന്യ ഭട്ട് എന്ന് പറഞ്ഞ ഒരു കൊൽക്കത്തക്കാരിയുടെയും പിന്നെ അവിടുത്തെ ആനക്കാരൻ്റെയും ആയിട്ടുള്ള കഥയാണ് എനിക്ക് ലാസ്റ്റ് കിട്ടിയിട്ടുള്ളത്. അനന്യ ഭട്ട് എന്ന് വെച്ചാൽ മണിപ്പാൽ യൂണിവേഴ്സിറ്റിയിൽ പഠിച്ചിട്ടിരുന്ന ഒരു പെൺകുട്ടിയായിരുന്നു. ഏകദേശം 22 വർഷം മുമ്പുള്ള ഒരു സ്റ്റോറിയാണ്. പക്ഷേ അവരുടെ അമ്മ ഇപ്പോൾ ഈ കുഴിയൊക്കെ എടുക്കുന്ന ന്യൂസ് കിട്ടിയപ്പോൾ ഈ ധർമ്മസ്ഥാനിൽ പോകുന്ന സ്റ്റേ ചെയ്യുന്നുണ്ട്. ചില ന്യൂസുകളിലൊക്കെ നിങ്ങൾക്ക് ചിലപ്പോൾ ചില വീഡിയോസ് യൂട്യൂബ്സിലൊക്കെ എടുത്ത് നോക്കിയാൽ അവരെ കാണാൻ സാധിക്കുന്നതാണ്. എപ്പോഴും ഒരു വയസ്സായ ഒരു സ്ത്രീ തൻ്റെ മോളെ സംസ്കാരാവശിഷ്ടങ്ങൾ കിട്ടുമെന്ന് അറിയാൻ വേണ്ടി അവിടെ വന്ന് സ്റ്റേ ചെയ്യുന്നുണ്ട്. അവർ പറയുന്നുണ്ട്, എൻ്റെ DNA ടെസ്റ്റ് എടുക്കാൻ വേണ്ടിയാണ് ഞാൻ അവിടെ സ്റ്റേ ചെയ്യുന്നത്, എൻ്റെ മോളുടെ അസ്ഥികൂടമാണോ കിട്ടിയിരിക്കുന്നത് എന്നൊക്കെ അറിയാൻ വേണ്ടിയൊക്കെയാണ് എന്നൊക്കെ അവരൊക്കെ ന്യൂസിൽ പറയുന്നുണ്ട്. അങ്ങനെ അനന്യ ഭട്ടിൻ്റെ സ്റ്റോറി എന്താണെന്ന് വെച്ചാൽ, അനന്യ ഭട്ടും അവരുടെ ഫ്രണ്ട്സ് മണിപ്പാൽ യൂണിവേഴ്സിറ്റിയാണ് പഠിച്ചുകൊണ്ടിരുന്നത്. ആ സമയത്ത് അവർ ഈ അമ്പലത്തിൽ വിസിറ്റ് ചെയ്ത സമയത്ത് എന്തോ ഒരു കാരണങ്ങൾ കൊണ്ട്, വ്യക്തമായ കാരണം എനിക്കറിയില്ല, എന്തോ ഒരു കാരണം കൊണ്ട് ആ കൊച്ചിന് ഒരു 1 hour ഒരു ക്ഷേത്രത്തിൽ നിൽക്കേണ്ടി വന്നു. ഫ്രണ്ട്സ് ഞാൻ കേട്ടതെന്ന് വെച്ചാൽ ഡ്രസ്സിന് എന്തൊക്കെയോ അഴുക്കായി. അപ്പോൾ ആ കൊച്ചിന് ഡ്രസ്സ് മാറണം. അപ്പോൾ അതിനുകൊണ്ട് അവിടെ നിൽക്കുകയും എൻ്റെ ഫ്രണ്ട്സൊക്കെ വെളിയിൽ പോയി ഡ്രസ്സ് എടുത്ത് വരാമെന്നൊക്കെ പറഞ്ഞ് ആ കൊച്ചിനെ ഒറ്റയ്ക്കാക്കിയിട്ട് അവിടെ പോവുകയും ചെയ്തു. ഒരു 1 hour ഗ്യാപ്പേ ഉള്ളൂ. ഇവർ പോയി തിരിച്ചു വന്നപ്പോഴേക്കും ആ കൊച്ചിനെ അവിടെ കാണാൻ സാധിച്ചില്ല. ഫ്രണ്ട്സ് എല്ലാം അവിടെ ഫുള്ള് അമ്പലത്തിലെല്ലാം ചോദിച്ചു, ഇങ്ങനെ പെണ്ണിനെ കണ്ടോ, കൊച്ചിനെ കണ്ടോ എന്നൊക്കെ ചോദിച്ചു. പക്ഷേ കാണാൻ സാധിച്ചില്ല. അവർ ആ പരിസരം മുഴുവൻ അന്വേഷിച്ചു. എന്നിട്ട് അവരുടെ അമ്മയെ കോൾ ചെയ്തു, ഇതുപോലെ കൊച്ചു മിസ്സിംഗ് ആണ്, അനന്യ മിസ്സിംഗ് ആണ്, എത്രയും പെട്ടെന്ന് നിങ്ങൾ ഇവിടെ എത്തണമെന്ന് പറഞ്ഞു. അങ്ങനെ അവരുടെ അമ്മയ്ക്ക് എന്തൊരു ജോലിയും കാര്യങ്ങളൊക്കെ ഉണ്ട് അവിടെ. അതൊക്കെ വിറ്ററിഞ്ഞ് ഉടനെ അവർ ക്ഷേത്രത്തിലേക്ക്, ധർമ്മസ്ഥാനിലേക്ക് എത്തുകയാണ് ഉണ്ടായത്. അവർ വന്നിട്ട് ക്ഷേത്ര ഭാരവാഹികളോടും അവിടെയുള്ള ആൾക്കാരോടും എല്ലാം നടന്നു ചോദിച്ചു. ഒന്നും കണ്ടെത്താൻ സാധിച്ചില്ല, അനന്യയെ കണ്ടെത്താൻ സാധിച്ചില്ല. പിന്നെ അവർ നേരെ ചെന്നത് അവിടുത്തെ പോലീസ് സ്റ്റേഷനിലോട്ടാണ്, ധർമ്മസ്ഥാനിലെ പോലീസ് സ്റ്റേഷനിലോട്ടാണ്. അപ്പം അവരോട് പോയി പരാതി കൊടുത്തു. ഈ പരാതി സ്വീകരിക്കാൻ പോലീസ് തയ്യാറായില്ല. അവർ പറഞ്ഞു, നിങ്ങളുടെ മോള് ചിലപ്പോൾ പോയി കാണും, അവിടെ പോയി അന്വേഷിക്കും എന്തൊക്കെയോ കാരണങ്ങൾ പറഞ്ഞവർ പരാതി സ്വീകരിക്കാൻ തയ്യാറായില്ല. കാരണം അനന്യയുടെ അമ്മ ഭയങ്കര വിഷമത്തിൽ ബസ് സ്റ്റാൻഡിൽ പോയി തിരിച്ചിരിക്കുകയാണ്. അവർ പോകാൻ തയ്യാറല്ല, അവർ ആ നാട് വിട്ട് പോകാൻ തയ്യാറല്ല. അപ്പോഴേക്കും ഒരു വണ്ടി നിന്നു. ഇവരുടെയൊക്കെ ചോദിച്ചു, അനന്യയുടെ അമ്മയല്ലേ, മോള് ഇന്ന സ്ഥലത്തുണ്ട്, കാണിച്ചാലെന്ന് പറഞ്ഞ് കയറ്റിക്കൊണ്ടുപോയി. അവരെ ക്രൂരമായി മർദ്ദിച്ചു, തലക്കൊക്കെ അടിച്ചിട്ട് റോഡിൽ ഉപേക്ഷിച്ചു.
ഏകദേശം 4-5 വർഷത്തോളം തോന്നുന്നു ഒരു കോമ എന്ന സ്റ്റേജിൽ കിടക്കുകയായിരുന്നു ആശുപത്രിയിൽ. എനിക്ക് അറിയാൻ സാധിച്ചത് ഏകദേശം 1 മാസത്തോളം ആ പെണ്ണിനെ മൃഗീയമായി പീഡിപ്പിക്കപ്പെട്ടു എന്നാണ് അറിയാൻ സാധിക്കുന്നത്. അതിനുശേഷം അറിയാൻ സാധിക്കുന്നത് ആനക്കാരൻ, അവിടുത്തെ അമ്പലത്തിലെ ക്ഷേത്രത്തിലെ ആനക്കാരനുമായി ബന്ധപ്പെട്ടുള്ള ഒരു സ്റ്റോറിയാണ്. ആനക്കാരൻ്റെ ഇപ്പോഴത്തെ രക്ഷാധികാരി, അമ്പലത്തിൻ്റെ രക്ഷാധികാരിയുടെ അച്ഛൻ, അതായത് ഇയാൾക്ക് സ്ഥാനം കൈമാറുന്നതിന് മുമ്പുള്ള അച്ഛനും ഈ ആനക്കാരൻ്റെ ഫാമിലിയിലെ ഇപ്പോഴത്തെ ആനക്കാരല്ല, അതിന് മുമ്പുള്ള ആനക്കാരൻ്റെ ഒരു അച്ഛനും ഇവർ ഒരു ഇഷ്ടദാനമായിട്ട് ഈ ക്ഷേത്ര രക്ഷാധികാരി ഈ ആനക്കാരൻ്റെ ഫാമിലിക്ക് ഒരു സ്ഥലം കൊടുത്തു. സ്ഥലവും വീടും കാര്യങ്ങളൊക്കെ കൊടുത്തു. അവരുടെ പേരിൽ ആധാരമൊക്കെ രജിസ്റ്റർ ചെയ്ത് കൊടുത്തു. അപ്പോൾ വർഷം മുമ്പുള്ള സംഭവമാണ്. അങ്ങനെ രക്ഷാധികാരി മാറി ആനക്കാരൻ്റെ ആ ഫാമിലിയിലെ മുതിർന്ന അച്ഛൻ മരിക്കുകയും ചെയ്തു. ഇപ്പം പുതിയ അയാളുടെ മോൻ കാര്യങ്ങളൊക്കെ ഏറ്റെടുത്ത് ആനയെ പരിപാലിച്ച് ക്ഷേത്രങ്ങളിൽ ധർമ്മശാലയിലെ ക്ഷേത്രത്തിൽ ആനയെ പരിപാലിച്ചുകൊണ്ടിരിക്കുന്നു. അപ്പം വർഷങ്ങൾക്ക് ശേഷം ഈ ആനക്കാരൻ ഇഷ്ടദാനമായി ലഭിച്ച ഈ സ്ഥലം ഒരു എന്താ പറയുക ഭയങ്കര ഡിമാൻഡാകുകയാണ്. ആ സ്ഥലത്തിന് ഭയങ്കര ഡിമാൻഡാകുകയാണ്. നല്ല എക്സ്പെൻസീവ് ആയുള്ള ഒരു ഏരിയ ആയിട്ട് ആ ഭാഗം മാറുകയാണ്. സ്വാഭാവികമായിട്ടും ഈ കഴുകന്മാരുടെ കണ്ണിലേക്ക് ഈ സ്ഥലം വന്നു. അങ്ങനെ ഇപ്പോഴത്തെ രക്ഷാധികാരി ഈ ആനക്കാരൻ്റെ പോയി ചോദിച്ചു, ആ സ്ഥലം ഞങ്ങൾക്ക് തിരിച്ചു വേണം, അത് നീ ഞങ്ങൾക്ക് തിരിച്ചെഴുതി തരണമെന്ന് പറഞ്ഞു. അപ്പം ഞങ്ങൾക്ക് തിരിച്ചു പോകാൻ വേറെ സ്ഥലങ്ങളൊന്നുമില്ല, അതുകൊണ്ട് ഞങ്ങൾക്ക് എഴുതി തരാൻ പറ്റത്തില്ല എന്ന് പറഞ്ഞു. അങ്ങനെയാണെങ്കിൽ നീ എൻ്റെ ഈ രക്ഷാധികാരിക്ക് ഒരു അനിയനുണ്ട്, അവൻ ലോക ഫ്രോഡാണ്, അവനാണ് നമ്പർ 1 ക്രിമിനൽ. അവൻ ഇവിടെ വന്നാൽ അവസ്ഥ വേറെ ആയിരിക്കും എന്നൊക്കെ പറഞ്ഞു. അങ്ങനെ അവൻ ഇത് പറഞ്ഞ അയാൾ പോയി. അതിനുശേഷം അങ്ങേര് വരികയാണ്. എന്നിട്ട് പറഞ്ഞു, എന്നെ അറിയാലോ, നീ ഈ സ്ഥലം എൻ്റെ പേരിൽ എഴുതി തരണം. അയാളോടും ഇയാൾ നോ പറഞ്ഞു. പിന്നെ അപ്പോൾ ഇയാൾ പറഞ്ഞു, ഇതിൻ്റെ പ്രത്യേകത നീ അനുഭവിക്കാൻ പോകുന്നേ ഉള്ളൂ എന്ന് പറഞ്ഞു. അപ്പോൾ ഈ ആനക്കാരനൊരു സിസ്റ്റർ എങ്ങാണ്ടുണ്ട്, അധികം പ്രായമുള്ള എന്ന് പറഞ്ഞല്ല, ഇന്നത്തെ ഒരു കറപ്ഷൻ ഉണ്ട് ഈ സ്റ്റോറിയിൽ. അത് നിങ്ങൾക്ക് അറിയാവുന്നവരാണെങ്കിൽ ഒന്ന് കമൻസ് രേഖപ്പെടുത്തുക. അപ്പോൾ ഈ ഒരു ആനക്കാരന് ഒരു സിസ്റ്റർ ഉണ്ട്, ഒരു വയസ്സായൊരു അമ്മൂമ്മയോ അങ്ങനെ പുള്ളിയുടെ അമ്മയാന്ന് തോന്നുന്നു ഉണ്ട്. അപ്പോൾ ഇവർ എന്താണെന്ന് വെച്ചാൽ ഇവർ ആദ്യം ചെയ്തത് നമ്മൾ ഈ സിനിമയിലൊക്കെ കാണുന്ന പോലെ, ചില തമിഴ് സിനിമയിലൊക്കെ കാണുന്ന പോലെ, ആദ്യം ഈ വീട്ടിലെ ഇലക്ട്രിസിറ്റി കട്ട് ചെയ്തു. ഇവർ പോയി ഇലക്ട്രിസിറ്റി ബോർഡിൽ തിരക്കി. അവിടെ നിന്ന് ഒരു റിപ്ലൈയും കാര്യങ്ങളൊന്നുമില്ല. ഇലക്ട്രിസിറ്റി കട്ട് ചെയ്തു. ഇലക്ട്രിസിറ്റി കട്ട് ചെയ്തപ്പോൾ അവരെന്നിട്ടും സർവേ ചെയ്ത് പിടിച്ചിരിക്കാൻ നോക്കി. ഇവർ പിന്നീട് ചെയ്തത് അമ്പലത്തിലെ വേസ്റ്റൊക്കെ വരുന്ന ഒരു വണ്ടിയിലാക്കിയിട്ട് അമ്പലത്തിലെ വേസ്റ്റൊക്കെ എല്ലാം കൂടിക്കൊണ്ട് കുറേ വീടിൻ്റെ ഫ്രണ്ടിൽ തന്നെ തട്ടിക്കൊടുത്തു. എന്നിട്ടും ഇവർ പോകാൻ തയ്യാറായില്ല. ഇവർ പിടിച്ചു നിന്നു. മാക്സിമം ഇവർ അത് അവിടെ നിന്ന് വിട്ടുപോകാതെ പിടിച്ചു നിന്നു. പിന്നെ ഇവർ പോകുന്ന കണ്ടില്ലെന്ന് ഇവന്മാർക്ക് തോന്നിയപ്പോൾ വീണ്ടും ഇവന്മാർ ഒരു വണ്ടിയിലെ കുറേ ഗുണ്ടകളൊക്കെ ആയിട്ട് വന്ന് ഇവരുടെ വീട്ടിലേക്ക് കയറിയിട്ടിട്ട് ആനക്കാരനെ അടിച്ച് നിരത്തിട്ട് അയാളെ കൺമുന്നിൽ വെച്ച് മൃഗീയമായി അയാളുടെ സിസ്റ്ററിനെ പീഡിപ്പിച്ചു, കൊന്നു. അയാളെ ഭയങ്കരമായിട്ട് ഉപദ്രവിച്ചു, അടിച്ചവിടെ അയാൾക്ക് എണീക്കാൻ പറ്റാത്ത രീതിയിൽ അവസ്ഥയാക്കിയായിട്ട് പൊക്കിയെടുത്ത് വെളിയിലിട്ടു. അയാളുടെ സ്ഥലം അവിടുന്ന് അപ്പം തന്നെ എഴുതി മേടിക്കുകയും ചെയ്തു. ഒന്നാലോചിച്ച് നോക്കിയാൽ നമ്മൾ ഫിലിമിൽ മാത്രം കണ്ടിട്ടുള്ള കുറേ കാഴ്ചകളാണത്. ഒരാളുടെ മുമ്പിലിട്ട് സ്വന്തം സഹോദരിയെ മൃഗീയമായി കുറേ പേര് പീഡിപ്പിക്കുന്നു. ഒന്നാലോചിച്ച് നോക്കിയാൽ നിങ്ങളൊന്ന്. ഇതൊക്കെ കേൾക്കുമ്പോൾ എന്താ പറയുക, ഞാനിതൊക്കെ കുറേ മാസങ്ങൾക്ക് മുമ്പ് കേട്ടുള്ള സ്റ്റോറികളാണ്. ഇപ്പോഴാണ് ഈ സംഭവങ്ങളൊക്കെ പൊങ്ങി വന്ന് ഭയങ്കര ഇഷ്യൂ ആയിട്ടുള്ളത്. കേൾക്കുമ്പോൾ തന്നെ അന്ന് ആ സമയത്ത് ഞാൻ കേട്ടപ്പോൾ എനിക്കിതൊന്നും വിശ്വാസം വന്നില്ല. നമ്മുടെ ഇന്ത്യയിലാണോ ഇതൊക്കെ സംഭവിക്കുന്നത് എന്നൊക്കെ ഉള്ളൊരു, ഇന്ത്യയിൽ ഇങ്ങനെ സംഭവിക്കൂ എന്നുള്ളൊരു തോന്നലുമായി. സത്യം പറഞ്ഞാൽ നമ്മളൊരു കേരളത്തിലെ ഒരു അമ്പലത്തിൽ നമ്മൾ ചെന്ന് കഴിഞ്ഞാൽ നമുക്ക് ഭയങ്കര സേഫ്റ്റിയാണ്. അമ്പലം മാത്രമല്ല, പള്ളിയായാലും ക്രിസ്ത്യൻ പള്ളിയായാലും മുസ്ലിം പള്ളിയായാലും നമുക്ക് അവിടെ പോയി ഭയങ്കര സേഫ്റ്റി അല്ലേ നമുക്ക് ഫീൽ ചെയ്യാം. എന്ന് വെച്ചാൽ നമുക്ക് അവിടെ എത്ര ഇരുന്നാലും നമ്മളാരും തൊടുകയില്ല, നമ്മളാരെയും ഒബിയസ്ലി ആൾക്കാരെ നോക്കും, കാമകണ്ണുകളോട് ഒരുപാട് പേര് നോക്കുന്നുണ്ടാകും. പക്ഷെ നോക്കിയാലും തൊടാൻ ആർക്കും ഭയം അങ്ങനെ ആരും വരികയില്ല. അപ്പം നമുക്ക് ആ ഒരു എക്സ്പീരിയൻസ് നമ്മുടെ അമ്പലങ്ങളിൽ നിന്ന് ഇല്ലാത്തതുകൊണ്ട് ഇതൊക്കെ ഈ സ്റ്റോറികളൊക്കെ കേട്ടപ്പം ഭയങ്കര ഇതായിപ്പോയി. ധർമ്മസ്ഥാൻ എന്ന് പറഞ്ഞൊരു പുണ്യ പുരാണ ക്ഷേത്രത്തിൽ ഇങ്ങനെ ഒരു അതിക്രമം ഓരോ സ്ത്രീകളും നേരിടേണ്ടി വരുന്നു എന്ന് കേട്ടപ്പം ഒരു വലിയ ഫേമസ് ആയിട്ടൊരു അമ്പലമാണത്. ഒരുപാട് ആക്ടേഴ്സൊക്കെ ബാംഗ്ലൂർ ഐശ്വര്യ റായ് വരെ വരെ തൊഴിലിട്ട് പോയിട്ടുള്ള ക്ഷേത്രമാണ് ഈ പറയുന്ന ധർമ്മസ്ഥാൻ എന്ന് പറയുന്നത്. പക്ഷേ ക്ഷേത്രത്തിൻ്റെ കുഴപ്പമില്ല, അത് അവിടെ ഇരിക്കുന്ന ഭാരവാഹികൾ, ആ ക്ഷേത്രം കയ്യിൽ വെച്ച് അമ്മാനമാടിക്കൊണ്ടിരിക്കുന്ന അവന്മാരാണ് അവിടുത്തെ മെയിൻ പ്രശ്നം. അവന്മാർ ക്രിമിനലുകളാണ്. സത്യം പറഞ്ഞാൽ കുറേ നമ്മുടെ ക്യാഷ് വന്നാൽ, സ്വാഭാവികമായിട്ടും നമ്മളൊരു ക്യാഷ് വന്നാൽ നമ്മൾ പാമ്പിടിച്ച് അമ്പലത്തിൽ തൊഴാൻ വരുന്ന ആൾക്കാരെ ഒന്നും പീഡിപ്പിക്കാനായിട്ടോ അല്ലെങ്കിൽ നമ്മൾ ഒരു സ്റ്റാൻഡേർഡ് ഒരു രീതിയിലേക്ക് നമ്മളെ പിള്ളേരെ പഠിപ്പിച്ച് വിടുകയോ അങ്ങനെയൊക്കെയാണ് നമ്മൾ കണ്ടിട്ട് വരുന്നത്. ഇത് അവരുടെ ആ അമ്പലത്തിലെ ഫാമിലിയിലെ മക്കളും ആ
രക്ഷാധികാരിയുടെ അനിയൻ, ഇവരെല്ലാവരും ഒരു ക്രിമിനൽ മൈൻഡോടെ അമ്പലത്തിൽ വരുന്നവരെ സെക്ഷലി, കൊച്ചു പെമ്പിള്ളാരെയൊക്കെ സെക്ഷലി ആ ഒരു കണ്ണോടെ നോക്കി അവരെ അവിടെ നിന്ന് കടത്തിക്കൊണ്ടുപോയി ആ ഒരു ഭാഗം കാട് മറ്റേ കുറേ 3,000-4,000 ഏക്കർ സാധനമുണ്ട് ഇവന്മാർക്ക്. ആ ഭാഗമെല്ലാം കാട് വീട് പിടിച്ചിട്ട് അവിടെ കൊണ്ടുപോയിട്ട് മാസങ്ങളോളം പീഡിപ്പിച്ച് ഒന്ന് കൊലവിളിക്കുന്ന ഒരു അവസ്ഥ. അതാണ് ഇവന്മാർ ഇവിടെ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അമ്പലം അല്ല പ്രശ്നം. ഞാൻ കമന്റ് ബോക്സിൽ ഒരുപാട് കണ്ടു, ക്ഷേത്രം പിടിച്ചു കളയണം, അത് അങ്ങനെ കത്തിച്ച് അമ്പാക്കണം. പക്ഷെ ക്ഷേത്രത്തിന്റെ പ്രശ്നമല്ല അത് ഇപ്പം അവിടെ ഇരിക്കുന്ന ആളുടെ ആ ഒരു കൈയാളുന്ന ആളുടെ പ്രശ്നമാണ്. അതാണ് അവർക്ക്. പക്ഷെ ഇതൊക്കെ ഗവൺമെന്റ്, അവിടുത്തെ കർണാടക ഗവൺമെന്റിൽ അണ്ടറിലാക്കേണ്ട ഒരു ക്ഷേത്രം കൂടിയാണ്. ഇവന്മാര് ബുദ്ധക്ഷേത്രം എന്ന് പറഞ്ഞ അവന്മാര് കൈയടക്കി വെച്ചിരിക്കുകയാണ് ഈ ഒരു ക്ഷേത്രം. ഇതൊരു പറ്റിയ സമയമാണ് ഈ ഒരു ക്ഷേത്രം സർക്കാർ ഏറ്റെടുക്കണം. ഇവന്മാരുടെ ആ ഒരു ഇത് അവിടെ അവസാനിപ്പിക്കണം. ആ ഒരു മേൽക്കോയ്മ അവിടെ അവസാനിപ്പിച്ച് അത് ആ ക്ഷേത്രം കാരണം നല്ല വരുമാനമുള്ള ക്ഷേത്രമാണ്. നമ്മുടെ കേരളം തന്നെ കണക്കിലെടുത്താൽ തന്നെ ക്ഷേത്രങ്ങളിൽ നിന്നൊക്കെ നല്ല വരുമാനങ്ങളാണ് വന്നുകൊണ്ടിരിക്കുന്നത്. അപ്പം കേരളത്തിലെ ഒരു വരുമാന സ്രോതസ് പോലെ കർണാടകയിലൊക്കെ വലിയ വലിയ ടെമ്പിളുകളാണ്, ക്ഷേത്രങ്ങളും കാര്യങ്ങളൊക്കെയാണ് ഉള്ളത്. അപ്പം നല്ലൊരു വരുമാനം വരുന്ന ഒരു മാർഗ്ഗമാണ് ക്ഷേത്രങ്ങൾ. ഇതൊരു പക്ഷേ ഈ ക്ഷേത്രത്തിലെ സമ്പാദ്യം, അതായത് കാണിക്കുകയും മറ്റുള്ള കാര്യങ്ങളെല്ലാം പോകുന്നത് ആർക്കും, ഇവന്മാർക്ക് ഇതിന്റെ കണക്കുകൾ അവതരിപ്പിക്കേണ്ട കാര്യമില്ല. ഇതെല്ലാം പോകുന്നത് ഇവന്മാരുടെ ഇതിലേക്കാണ്, ഇവന്മാരുടെ കാര്യങ്ങളിലേക്കാണ്. അതുകൊണ്ട് തന്നെ ഇവന്മാർക്ക് ഒരുപാട് കോളേജുകളുണ്ട്, സ്കൂളുകളുണ്ട്, എഞ്ചിനീയറിംഗ് കോളേജ്, നഴ്സിംഗ് കോളേജ്, അങ്ങനെ എണ്ണി ഒരുപാട് കാര്യങ്ങൾ ഇവന്മാരുടെ അണ്ടറിൽ ഇവന്മാർ ഈ ഒരു ക്ഷേത്രത്തിന്റെ വരുമാനത്തിൽ നിന്ന് തുടങ്ങിയതാണ് ഇതെല്ലാം ഈ വരുന്ന ഇവന്മാർക്ക് ഈ നഴ്സിംഗ് കോളേജ്, എഞ്ചിനീയറിംഗ് കോളേജ്, അങ്ങനെയുള്ള കോളേജിലെല്ലാം വരുന്ന പെമ്പിള്ളാരെല്ലാം ഇവന്മാരെ പൊക്കി കൊണ്ടുപോയി, ഇവന്മാർക്ക് ഇഷ്ടം തോന്നുന്ന പെണ്ണുങ്ങളെല്ലാം പൊക്കി കൊണ്ടുപോയി പണി നടത്തുന്ന ടീംസുകളാണ് ഇവന്മാർ. ചോദിക്കാനും പറയുന്നത് ഇപ്പം നമ്മുടെ കേരളത്തിൽ തന്നെ ഒരുപാട് പെമ്പിള്ളാർ മിസ്സിംഗ് ആണ് ഈ ഒരു ഭാഗത്ത് നിന്ന്, ഈ കോളേജിൽ പോയി പഠിച്ച. അതിനുവേണ്ടി ഒരുപാട് പ്രൊട്ടസ്റ്റ്, ഇപ്പോൾ നമ്മുടെ കേരളത്തിൽ നിന്ന് തന്നെ ഒരുപാട് പേര് അവിടെ പോയി പ്രൊട്ടസ്റ്റും കാര്യങ്ങളും ചെയ്യുന്നുണ്ട്. അപ്പം ഈ 2 സ്റ്റോറികളാണ് ഇന്ന് എനിക്ക് പറയാനുള്ളത്. അപ്പം എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ എല്ലാവരും എന്നെ ഒന്ന് സപ്പോർട്ട് ചെയ്യണം. കൂടുതൽ അപ്ഡേറ്റ്സുമായി ഞാൻ ധർമ്മശാലയിലെ കൂടുതൽ അപ്ഡേറ്റ്സുമായി വരുന്നതാണ്. ലൈക്ക് ചെയ്യുക, മാക്സിമം ഫോർവേഡ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. നന്ദി, നമസ്കാരം.